ഡൽഹിയിൽ കനത്ത മഴയാണ്, ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, എന്താണ് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിനീത കേൾക്കാമോ? വിനീത വിനീത അവിടെ ഹിന്ദിയിൽ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവിടുത്തെ മഴയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിനീത കേൾക്കാമോ? അവിടുന്ന് ചോദിച്ചു കഴിഞ്ഞോ വിവരങ്ങൾ? തീർച്ചയായും സ്മിത, തീർച്ചയായും രാവിലെ മുതൽ ഡൽഹിയിൽ കനത്ത മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹി NCR മേഖലയിലൊക്കെയാണ്. ഇവിടെയൊക്കെ അതിശക്തമായിട്ടുള്ള മഴ ഇങ്ങനെ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ വൈകിട്ട് മുതൽ ഡൽഹിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു മഴ ഇങ്ങനെ പെയ്യുകയാണ് പല മേഖലകളിലേക്കടക്കം. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കടക്കം മഴ കൂടുതൽ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഹിമാചൽ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് തുടരുകയുമാണ്. ഹിമാചലിലൊക്കെ ഇന്നലെ മിന്നൽ പ്രളയവും ഒക്കെ ഉണ്ടായി, മേഘവിസ്ഫോടനവും ഒക്കെ ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ അതിനിടയിൽ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിലേക്കടക്കം ഒഡീഷ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഏതാണെങ്കിലും ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്കൊപ്പം തന്നെ പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കടുത്ത കാറ്റ് NCR മേഖലയിലടക്കം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. ശരി, വിനീത വിജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്, മഴയ്ക്ക് മാത്രമല്ല ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.